വാൽപ്പാറയിലെ കേരള മോഡൽ മസ്ജിദ്. വാൽപ്പാറയുടെ മണ്ണും മനസ്സും അറിഞ്ഞ സയ്യിദ് PTP തങ്ങളുടെ അനുഗ്രഹീത സ്പർശനമേറ്റ നാട്. സയ്യിദ് ശിഹാബ് ആറ്റത്തങ്ങളുടെ നേതൃത്വത്തിൽ മുടങ്ങാതെ നടന്നുവരുന്ന മാസാന്ത സ്വലാത്ത്. വാൽപ്പാറ ആതിരപ്പള്ളി റൂട്ടിലെ ഉരുളിക്കൽ എന്ന് പറയുന്ന ശാന്തസുന്ദര ഗ്രാമം. ആ ഗ്രാമത്തിലാണ് ഇന്നും തലയെടുപ്പോടെ നിൽക്കുന്ന മനോഹരമായ ഉരുളിക്കൽ ജുമാ മസ്ജിദ്. റോഡ് സൈഡിലെ സൂചനാ ബോർഡിൽ പല ഭാഷകളിലായി എഴുതിയ ജുമാ മസ്ജിദ് എന്ന നാമം ആ പള്ളിയിലേക്ക് നമ്മെ ആകർഷിപ്പിക്കും. അല്പമൊന്ന് നടന്നു നീങ്ങിയാൽ തന്നെ വിശാലമായ ഒരു പള്ളിയെ നമുക്ക് ദർശിക്കാൻ. 1940കളിൽ സ്ഥാപിക്കപ്പെട്ട ഈയൊരു മസ്ജിദ് ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളുടെയും പ്രവാസികളുടെയും അങ്ങനെ തുടങ്ങിയ പൊതുസമൂഹത്തിന്റെ സഹായത്താൽ 2018 പുനർനിർമ്മാണം നിർവഹിച്ചു. ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണേ എന്ന പ്രാർത്ഥനയിൽ PTP തങ്ങളാണ് ഇതിന്റെ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചത്. ഇവിടുത്തെ മാസാന്ത സ്വലാത്ത് ഉസ്താദിലൂടെയും ആട്ടിരി തങ്ങളിലൂടെയും പാണക്കാട് കുടുംബമായ സയ്യിദ് ശിഹാബ് ആറ്റ് തങ്ങളാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. പള്ളിയുടെ മുകളിലേക്ക് കയറിയാലുള്ള കാഴ്ച കണ്ണിന് കുളിർമയാകുന്നത് തന്നെയാണ്. ഷോളയാർ ഡാമിന്റെ ഒരു വശം തന്നെ അവിടെ നിന്ന് ദർശിക്കാൻ സാധിക്കും. പ്രധാനമായും ഒരുപാട് ഉസ്താദുമാർ സേവനം ചെയ്ത് ജീവിച്ച സ്ഥലം കൂടിയാണ് ഇത്. എടുത്തു പറയേണ്ടത് നിലവിൽ സേവനം ചെയ്യുന്ന മുസ്തഫ ലത്തീഫി ഉസ്താദിനെ കുറിച്ചാണ്. 27 വർഷത്തോളമായി ഉസ്താദ് ഈ മഹലിൽ സേവനം തുടങ്ങിയിട്ട്. ശരിക്കൊരു മതിൽക്കെട്ട് പോലുമില്ലാതെ പള്ളിക്കടുത്ത് കാണുന്ന ചർച്ച് മതസൗഹാർദ്ദത്തിന്റെ സുന്ദര സൂചകമായി ഇന്നും നിലനിൽക്കുന്നുണ്ട്. തൊട്ടടുത്ത ഈ ബിൽഡിംഗിലാണ് കുഞ്ഞു കുരുന്നുകൾ മദ്രസ പഠനത്തിനായി എത്തിച്ചേരുന്നത്. എന്തു പരിപാടി ഉണ്ടാകുമ്പോഴും ഇവിടെ ജീവിച്ചു വളർന്ന് മറുകര പറ്റിയ യുവാക്കളുടെ ഒരു സംഘം തന്നെ ആവേശത്തോടെ ഇങ്ങോട്ട് എത്തുന്നത് അത്ഭുതപ്പെടുത്തുന്ന കാഴ്ച. പുറം പള്ളിയും അകത്തെ പള്ളിയും എത്ര സുന്ദരമായിട്ടാണ് ഇവിടുത്തെ ജനങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഉൾക്കാടിനടുത്തെ ഒരു തേയിലത്തോട്ടത്തിനിടയിൽ പൂർവികരായ മനുഷ്യർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇടം കൂടി സന്ദർശിച്ച് ഇന്നത്തെ യാത്രക്ക് പരിസമാപ്തി.